നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് എത്ര പേര് ആക്ച്വലി ഇപ്പോൾ കയ്യിൽ കാശ് കരുതാറുണ്ട്? കാശൊക്കെ എന്തിനാ? എൻ്റെ ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, Paytm ഉണ്ട്. ഇതിനെല്ലാത്തിനും ചേർത്ത് ഒരൊറ്റ പേരാണുള്ളത് UPI, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഇന്ത്യയിലെ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ വിപ്ലവമാണ് UPI. ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പണം എടുത്ത് മറ്റേ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, യാതൊരു ട്രാൻസാക്ഷൻ ഫീസും ഇല്ലാതെ ഇൻസ്റ്റന്റ്ലി. അത് 1 രൂപ ആയിക്കോട്ടെ, 1,00,000 രൂപ ആയിക്കോട്ടെ, എല്ലാത്തിനും സാമ്യം. പക്ഷെ നമ്മൾ യൂസേഴ്സിന് UPI ഇത്രത്തോളം യൂസ്ഫുൾ ആണെങ്കിലും ഈ UPI വന്നതോടുകൂടി കുറേയധികം ബിസിനസ്സുകളെ വല്ലാതെ അങ്ങ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ്സ് വരെയും ലോസിലേക്ക് തള്ളിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനം പറയാൻ പോകുന്ന ആ ഒരു ബിസിനസ് നമ്മളെല്ലാവരെയും ഞെട്ടിക്കും. 7ാമത്തേത് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ. നമ്മളെല്ലാവരും കണ്ടു കാണും, നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പൈസയൊക്കെ വരും, അച്ഛനമ്മമാർ എന്ത് ചെയ്യും? കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ സൊസൈറ്റി ബാങ്കുകളിൽ കൊണ്ടുപോയിടും. സൊസൈറ്റി ബാങ്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും, കൂടുതൽ പലിശ കിട്ടും. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ATM കാർഡുകൾ ലഭിക്കാറില്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ലഭിക്കാറില്ല, എല്ലാം ഫിസിക്കലി പേപ്പർ ഉപയോഗിച്ച് അവിടെ ബാങ്കിൽ പോയി വേണം ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിടാറുണ്ട്. എന്നാൽ ഈ സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളൊന്നും നമുക്ക് UPI സേവനങ്ങൾ തരുന്നില്ല എന്നുള്ളതുകൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല, മറിച്ച് വൻകിട ബാങ്കുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ സൊസൈറ്റി ബാങ്കുകളിലുള്ള അക്കൗണ്ട് ഓപ്പണിങ്ങുകളും അവിടെയുള്ള ഡെപ്പോസിറ്റുകളും സേവിങ്സ് അക്കൗണ്ടുകളെല്ലാം വളരെയധികം കുറഞ്ഞു തുടങ്ങി. 6ാമത്തേത്, ഞാൻ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തരാം. നിങ്ങളുടെ മുന്നിൽ 2 കടകളുണ്ട്. നിങ്ങൾക്കൊരു 1/2 കിലോ ഏത്തപ്പഴം മേടിക്കണം. നിങ്ങൾ നോക്കുമ്പോൾ ഒരു കടയിൽ പേയ്മെന്റ് ചെയ്യാനുള്ള QR കോഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, മറ്റേ കടയിൽ പേയ്മെന്റ് ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏത് കടയിൽ പോകും? 90% ആൾക്കാരും QR കോഡ് ഉള്ള കടയിൽ തന്നെയാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 കിലോ പഴം വാങ്ങിച്ചു, അത് 47 രൂപയാണ് എന്നുണ്ടെങ്കിൽ 47 എന്ന് കൃത്യമായി അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. 50 രൂപ കൊടുത്ത് ബാക്കി 3 രൂപ ചേഞ്ച് ഇല്ല, ഇത്ര രൂപയുണ്ടോ എന്നിങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഡിജിറ്റലൈസ്ഡ് ആയിട്ടില്ലാത്ത ഷോപ്പുകളുടെ എല്ലാം ബിസിനസ്സുകളും വളരെ വളരെ നല്ല രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തേത് ബാങ്കുകളാണ്. നിങ്ങൾക്കറിയാലോ, ഈ ഒരു UPI സേവനങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നോ മെർച്ചന്റിന്റെ കയ്യിൽ നിന്നോ പണം ഈടാക്കുന്നതല്ല. സോ ഈ ഒരു UPI സെർവറും അവരുടെ ആ ഒരു ബാങ്ക് സെർവറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബാങ്കിന് ഒരു വർഷം ഏകദേശം 4000 കോടി രൂപയുടെ ചിലവാണ് വരുന്നത്. സോ ഇത്രയധികം ചിലവുണ്ടെങ്കിലും അത് നികത്താനായിട്ട് അവർക്ക് മറ്റ് ട്രാൻസാക്ഷൻ മീഡിയംസ് ഉണ്ടായി, RTGS ഉണ്ടായി, NEFT ഉണ്ട്, അതേപോലെ തന്നെ ചെക്ക് കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം UPI വന്നതോടുകൂടി ഏകദേശം 1 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസിനൊന്നും തന്നെ ഇങ്ങനത്തെ മീഡിയംസ് ആരും യൂസ് ചെയ്യുന്നില്ല. ട്രാൻസാക്ഷൻ ഫീസ് ഉണ്ട്, ഡിലേ ഉണ്ട്, ചാർജസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മീഡിയംസിൽ വളരെ നല്ല ലോസ് ബാങ്കുകളും അനുഭവിക്കുന്നുണ്ട്. 4ാമത്തേത് കോയിൻ ആൻഡ് നോട്ട് ബിസിനസ്. ആൾക്കാർ കയ്യിൽ ഫിസിക്കൽ ആയിട്ടുള്ള പണം കരുതുന്നില്ല, അതേപോലെ തന്നെ ആൾക്കാർ പോക്കറ്റിൽ ചില്ലറ പൈസ ഇട്ട് നടക്കാറില്ല. ചില്ലറ പൈസയൊക്കെ 10 രൂപ എണ്ണം പോക്കറ്റിൽ ഇടുമ്പോഴേക്കും ഭയങ്കര വെയിറ്റ് ആണ്, കുലുങ്ങി നടക്കുന്നു, എവിടെയാണ് നമ്മൾ കാശ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ 1 രൂപ 2 രൂപ അല്ലെങ്കിൽ 10 രൂപ എന്തിനാലും UPI കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കോയിൻസ് ഒന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല, നോട്ട്സും ആരും പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോയിൻ മിൻറ്റിങ് അതേപോലെ നോട്ട് പ്രിന്റിങ് ഇങ്ങനത്തെ ബിസിനസ്സുകളെയും നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. 3ാമത്തേത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ബിസിനസ്സാണ് ATM മെഷീൻ മാനുഫാക്ചറിങ്. നിങ്ങൾ അവസാനമായി ATMൽ പോയി പണം എടുത്തത് എപ്പോഴാണ്? ഒന്ന് ചിന്തിച്ച് നോക്കുക. വളരെ അത്യാവശ്യമായ സിറ്റുവേഷനിൽ UPI ഒന്നും ഇല്ല, കാർഡുകളൊന്നും അവരെടുക്കുന്നില്ല, യാതൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മീഡിയംസും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ പെടുമ്പോൾ മാത്രമാണ് പലപ്പോഴും അയ്യോ അങ്ങനെയാണെങ്കിൽ ATM വേണമല്ലോ എന്ന് പറഞ്ഞ് ATM അന്വേഷിച്ച് പോയി പണം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ATMകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ATMൽ നിന്നും പണം എടുക്കുമ്പോൾ കുറേയധികം റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഒരു മാസം നമ്മൾക്ക് ഇത്ര ട്രാൻസാക്ഷൻസേ നടത്താൻ പാടുള്ളൂ ഫ്രീ ആയിട്ട്. അതിനുശേഷം നമ്മൾ പൈസ എടുക്കുവാണെങ്കിൽ അതിനവർ ചാർജ് ഈടാക്കും, ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ചാർജ് ഈടാക്കും, ഇന്ന സേവനം ഉപയോഗിക്കണമെങ്കിൽ ചാർജ് ഈടാക്കും എന്നുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ATM ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ATM മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കും അത്രത്തോളം ഓർഡേഴ്സും വരുന്നില്ല. 2ാമത്തേത് ഡെബിറ്റ് കാർഡ് ഷോപ്പിങ്ങിലാണ്. ചില കടകളിൽ നമ്മൾ പോകുമ്പോൾ പറയാറുണ്ട്, കാർഡുകളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 2% എക്സ്ട്രാ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നതായിരിക്കുമെന്ന്. അതെന്തിനായിരിക്കും പറയുന്നത്? ഒരു കടയിൽ കാർഡ് ടാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാർഡ് ഉരയ്ക്കുന്ന ഒരു POS മെഷീൻ, നമ്മൾ നമ്പർ കുത്തുന്ന ആ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ ഒരു മെഷീൻ ഒരു വാടക ആ ഒരു കട കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ ചെറിയൊരു എമൗണ്ട് ഈ ഒരു മെർച്ചൻറ്റും പേ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ 1%, 2% കൃത്യമായിട്ട് എനിക്കറിയില്ല, എന്തെങ്കിലും ഒരു എമൗണ്ട് പേ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർഡ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഇപ്പോൾ 2000 രൂപ എന്ന് കൊടുത്തിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 2000 രൂപ മുഴുവനായിട്ട് ആ ഒരു കടയ്ക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും കാർഡ് ട്രാൻസാക്ഷൻസ് പ്രിഫർ ചെയ്യാതെ UPIയിലേക്കാണ് ഇപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം കൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് അങ്ങനെ കാർഡ് ട്രാൻസാക്ഷൻസ് കുറഞ്ഞു വരുന്നു. പക്ഷേ ഈ കാർഡ് ട്രാൻസാക്ഷൻസും ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു ബാങ്കുകൾക്ക്. ഇത്തരത്തിലുള്ള ഒരു മോട്ടീവിലേക്ക് ആൾക്കാർ
പോകുന്നു എന്നുള്ളതുകൊണ്ട് അവിടെയും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ബിസിനസ്സുകളിൽ നല്ല രീതിയിൽ ലോസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ലോസ് അനുഭവിക്കുന്ന ഒരു വലിയ കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ചോക്ലേറ്റ് മാനുഫാക്ചറേഴ്സ് ആണ്, ടോഫി മാനുഫാക്ചറേഴ്സ് ആണ്. 14 രൂപയുടെ ഒരു സാധനം മേടിക്കുന്നു, നിങ്ങൾ 15 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ ബാക്കി തരാനില്ലാത്തപ്പോൾ ഒരു മിഠായി എടുത്തോളൂ എന്ന് പറയുന്നു. 8 രൂപയുടെ ഒരു പേന മേടിച്ചു, 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരും? 2 മിഠായി തരും. ശരിയാണ്, 2 രൂപയില്ല, അതുകൊണ്ട് ചില്ലറയായിട്ട് നമ്മൾക്ക് തരുന്നത് മിഠായിയാണ്. സോ ഈ ഒരു ടോഫി എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു ലൂസ് ചേഞ്ച് ആയിരുന്നു. ആൻഡ് ഇവിടെ നമ്മളറിയാത്ത ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറയുന്നത് ഒരു രൂപയുടെ ടോഫി മാനുഫാക്ചർ ചെയ്യാൻ നിസ്സാരമായിട്ട് 10 പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 10 പൈസയുടെ സാധനമാണ് നമ്മൾക്ക് 1 രൂപയ്ക്ക് വിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ഓൾ ഓവർ ഇന്ത്യ ഈ ഒരു ടോഫിയുടെ പേരിൽ നടക്കുന്ന സമയത്ത് എത്രയോ കോടികളുടെ ലാഭമാണ് മോണ്ടലേസ്, പാർലെ, നെസ്ലെ എന്നിങ്ങനത്തെ വലിയ വലിയ ചോക്ലേറ്റ് അല്ലെങ്കിൽ ടോഫി മാനുഫാക്ചറിങ് കമ്പനികളെല്ലാം വരുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് 8 രൂപയുടെ ഒരു പേന മേടിക്കുമ്പോൾ നിങ്ങൾ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് 2 ടോഫി വരുമ്പോൾ വേണ്ട ചേട്ടാ ഗൂഗിൾ പേ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ തിരിച്ച് മേടിച്ച് 8 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ 2 ടോഫി വിൽക്കാതെ പോകുന്നു. ഇത്തരത്തിൽ ടോഫി ബിസിനസ് വല്ലാതെ അങ്ങ് ഇടിഞ്ഞു. ആൻഡ് ഇപ്പോൾ ടോഫി ബിസിനസ് ചെയ്യുന്നവരെല്ലാം തന്നെ വളരെ നല്ല ലോസ് അനുഭവിക്കുന്നുണ്ട് എന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെയാണ് ഈ ഒരു UPI വന്നതോട് കൂടിയിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സ് ഇട്ടിരിക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട് ചില ബെല്ലിലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.